നമസ്കാരം. ഒരു പാത്രത്തിൽ കലക്കു വെള്ളമുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയാണ് ആ വെള്ളം ക്ലിയറാക്കുക? പാത്രം അനക്കാതെ വെക്കുക. എന്താണ് ഈ പാത്രത്തിലുള്ള കലക്ക്? അത് നമ്മുടെ മനസ്സിലുള്ള വാസനകളാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ പാത്രം അനക്കാതെ വെച്ച് എല്ലാ ഡസ്റ്റും പൊടികളും പാത്രത്തിൻ്റെ അടിയിലേക്ക് അടിഞ്ഞുകൂടുവാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഈ വെള്ളം ക്ലിയറായാൽ പാത്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് സൂര്യപ്രകാശം വളരെ എളുപ്പത്തിലെത്തും. ഈ സൂര്യപ്രകാശം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇത് ഒരു താൽക്കാലികമായ ഒരു അവസ്ഥയാണ്. നമ്മൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കേണ്ടത്, ഈ പൊടികൾ, അതായത് ഈ വാസനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് സ്ഥിരമായി എങ്ങനെ തുടച്ചു മാറ്റാൻ എന്നുള്ളതാണ്. അതിന് പല മാർഗങ്ങളുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് ഇതിലേക്കുള്ള ഒരു വലിയൊരു കാൽവെപ്പാണ്. ഈ വാസനകൾ എന്ന് പറഞ്ഞത് ശരിക്കും എന്താണ്? അത് എനർജിയുടെ പാക്കറ്റ്സുകളാണ്. നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ചിന്തകൾ അധികവും ചിത്രങ്ങളായാണ് നമ്മളിലുള്ളിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ച ചിത്രങ്ങളാണ് ശരിക്കും ഈ വാസനകൾ. നമുക്ക് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഈ ചിത്രങ്ങളാണ് നമുക്ക് സഫറിങ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ദൈവത്തെ അറിഞ്ഞ ഒരാളുടെ വാക്കുകൾ, അതായത് അവരുടെ സംസാരം നമ്മൾ കേൾക്കുവാനിടയായാൽ അത് നമ്മളിൽ നല്ല വിധത്തിലുള്ള വൈബ്രേഷണൽ ചേഞ്ച് ഉണ്ടാക്കും. ഇത് ആ വാസനകളെ നമ്മളിൽ നിന്നും ക്ലിയർ ചെയ്യാനുള്ള ഒരു കളമൊരുക്കും. പിന്നെ പല വിധത്തിലുള്ള സ്പിരിച്വൽ എക്സസൈസുകളും ഈ വാസനകൾ നമ്മളിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മളിത് ദിവസവും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അല്ലാതെ വെറുതെ ഒന്നും നമ്മളുടെ ഉള്ളിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. നമ്മുടെ മുഖം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ഒരു മാപ്പാണ്. കുട്ടികൾക്ക് ഇത് വളരെ ക്ലിയറായി നമ്മളിൽ നിന്ന് വായിക്കാൻ പറ്റും. ഹ്യൂ എന്ന് പറയുന്ന സൗണ്ട് നിങ്ങൾ ഒരു 15-20 മിനിറ്റ് ദിവസവും ചാൻറ്റ് ചെയ്താൽ അത് ഈ വാസനകളെ ക്ലിയർ ചെയ്യാൻ വളരെയധികം സഹായിക്കും. തൽക്കാലം ഇത്രമാത്രം. ബൈ.